കുറഞ്ഞ കലോറിയും കൂടുതൽ പ്രോട്ടീനും വെയ്റ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യം. എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന രാജ്മ കട്ട്ലറ്റും വയറിൻ്റെ ആരോഗ്യത്തിന് ഒണിയൻ സാലഡും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാൻ ദാ ഇവിടെ 1 കപ്പ് രാജ്മയാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ കുക്കറിൽ ലോ ഫ്ലെയിമിൽ 3 വിസിലാണ് എടുത്തിട്ടുള്ളത്. ദാ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഞാനൊരു ബൗളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. പകുതി സവോളയും 1 പച്ചമുളകുമാണ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ചാട്ട് മസാലയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം കേട്ടോ. ഞാൻ നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് കട്ടി കൂടാതെയും എന്നാൽ ആവശ്യത്തിന് ഒരുവിധം കട്ടിയിലുമാണ് ഞാനിവിടെ ഒന്ന് കട്ട്ലറ്റാക്കി പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരളവിലെടുത്താൽ നിങ്ങൾക്ക് 10 എണ്ണം തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാനിലേക്ക് 1 സ്പൂൺ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഒരുപാട് ഓയിലൊന്നും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് എത്താനായിട്ട് ഈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ രാജ്മ കട്ട്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാനിലേക്ക് 6 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കി ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താലും മതി. എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഇത്. നമ്മൾക്ക് ഇത് കുക്കാകുന്ന സമയം കൊണ്ട് ഒരു ഒണിയൻ സാലഡ് തയ്യാറാക്കാം. 1 ഒണിയൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഐസ് വാട്ടറിൽ സോക്ക് ചെയ്തതാണേ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചിയും സോഫ്റ്റുമാകും കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും 1/4 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഹണിയും 1 സ്പൂൺ ഒലിവ് ഓയിലുമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒണിയനൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ദിവസവും എല്ലാ ഐറ്റത്തിലും കുറച്ച് ഒണിയനൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ്. നമ്മളുടെ രാജ്മ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ രാജ്മ ഒക്കെ കുക്കായതാണ് ഓൾറെഡി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു പ്രോട്ടീൻ ടിപ്പും കൂടെ തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് കടലയാണ്, 1/2 കപ്പ് കാണും കുഞ്ഞിക്കപ്പിന്. അത് റോസ്റ്റഡ് ആണ്. 1 പിടി മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫൈബറിന് വേണ്ടിയിട്ട് പകുതി ക്യുക്കുംബറാണ് ചേർത്തിരിക്കുന്നത്. എരിവിനായിട്ട് 2 പച്ചമുളകും 2 സ്പൂൺ പുളിയില്ലാത്ത തൈരുമാണ് ചേർക്കുന്നത്. നല്ല കട്ട തൈര് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. നമ്മളുടെ രാജ്മ കട്ട്ലറ്റ് ക്രിസ്പി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസൈഡ് വളരെ സോഫ്റ്റാണ്, ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയുമാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെയ്റ്റ് ലോസിനും ഏറെ നല്ല ഒരു റെസിപ്പിയാണ്. നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒണിയൻ സാലഡ് കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരച്ചെടുത്ത നമ്മളുടെ പ്രോട്ടീൻ ഡിപ്പ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. വെറുതെ മുറിച്ചിട്ട് ഒഴിച്ചാൽ കുട്ടികളൊന്നും നമ്മളുടെ ഒണിയനൊന്നും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. കുറച്ച് സെസമി സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഏത് നേരവും കഴിക്കാം കേട്ടോ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ലഞ്ച് ബോക്സ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് സെപ്പറേറ്റ് പാക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ രാജ്മ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കടല വെച്ചിട്ടോ അല്ലെങ്കിൽ സോയാബീൻ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ ഇതുപോലെ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഡയറ്റ് ചെയ്യുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപാട് നല്ല ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു കിഡിലൻ ഐറ്റമാണ്. വളരെ സോഫ്റ്റാണ്, ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയുമാണ്. നിങ്ങൾക്കിത് എന്താണേലും ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.